നമുക്ക് പൈസ ഇടാൻ പറ്റും. അങ്ങനെ പൈസ ഇടാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു മണി ചെപ്പ് പോലെ വെച്ചണതാണ് അത്. അതിനുശേഷം പിന്നെ അവിടെ ഒരു പേഴ്സ് കാണുന്നുണ്ട്. ഇത് എവിടെയോ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു പേഴ്സ് കണ്ടപ്പോൾ അതങ്ങനെ എടുത്തതാണ്. അതും ഇങ്ങനെ അവൾ ഭംഗിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര അലങ്കോലമായിട്ടാണ് എപ്പോഴും കിടക്കാറ്. ഇന്നിപ്പോൾ നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചാണ് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന ബോക്സ് അവൾ ഉണ്ടാക്കിയത് തന്നെയാണ് അവളുടെ 2-3 പുസ്തകങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബോക്സാണ് കേട്ടോ. അതിലപ്പോൾ ഒരു 2 പുസ്തകം ലിജോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പുസ്തകങ്ങളാണ് അതിനകത്ത് ഇട്ട് വെച്ചത്. അതായത് ബെഡ് ടൈം സ്റ്റോറീസ് 365 ദിവസവും നമുക്ക് കഥ കേട്ടുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഥകളാണ് അതിനകത്തുള്ളത്, കുട്ടികൾക്ക് പറ്റിയത്. പിന്നെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടി എളുപ്പമാണത്. പിന്നെ അതുപോലെ തന്നെ 365 ദിവസവും നമ്മുടെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചുള്ള ഏതെങ്കിലുമൊക്കെ ഫാക്ട്സ് അതിനകത്ത് ഉണ്ടാവും. അതും ഒന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൽ അവളുടെ ഒരു ഡയറി ഉണ്ട്. എല്ലാ ദിവസവും ഓരോ ഡിസിഷൻ എഴുതി വെക്കുന്നതാണ്. എന്തൊക്കെ ഡിസിഷനാണ് എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല, കാരണം അത് തുറന്നു നോക്കാൻ ആൾ സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഇത് ആളുടെ ഒരു ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ അനുസരിച്ചൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഷ്ടിയായിരിക്കും. എന്നാലും അതൊരു ഇങ്ങനെ എന്താ പറയുക, ഭംഗിക്ക് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ഡിസിഷനാണ്, മോർണിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഡിസിഷനാണ് ആൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ആ സൈഡിൽ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൽ അവളുടെ കുറേ ഈ പെയിൻറ്റിങ് സാധനങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് കലണ്ടറാണ്. ഇതും ആൾ തന്നെ ഉണ്ടാക്കിയതാണ്. മന്തും ഡേറ്റും പിന്നെ ആഴ്ചയും വെച്ചിട്ടുള്ള ഒരു കലണ്ടർ. അതും നല്ല സെറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാനും. ഇതൊക്കെ യൂട്യൂബിൽ നിന്നുള്ള ഒരു എന്താ പറയുക, മോട്ടിവേഷൻ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ യൂട്യൂബ് കാണും, എന്നിട്ട് അതങ്ങനെ ഉണ്ടാക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. പിന്നെ ഇത് ഞങ്ങൾ ആമസോണിൽ നിന്നല്ലല്ലോ, മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു ടേബിൾ ലാമ്പാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതായ മമ്മ എന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് എന്നെക്കൊണ്ട്. അപ്പോൾ പല കളറുകളിൽ അത് ലൈറ്റ് കത്തും. അപ്പോൾ നല്ലൊരു ക്യൂട്ട് സാധനമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത്ര വലിയ ലൈറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊന്നുമില്ല, എന്നിരുന്നാൽ കൂടി നമുക്കൊരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ റെഡ് കളറുണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, അങ്ങനെ പല ലൈറ്റിലാണ് അത് കത്തുന്നത് കേട്ടോ. പിന്നെ എന്താ, അവളുടെ പുസ്തകങ്ങൾ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്